എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1743 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ ഇപ്പോൾ മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അജിനി മാളിയേക്കൽ തന്നെയാണ്. ഒരു സെഷനിൽ മോഡറേറ്റർ, അടുത്ത സെഷനിൽ ഫാക്കൽറ്റി, അങ്ങനെ വളരെ വ്യത്യസ്ത വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ അജിനി മാളിയേക്കലാണ് ഇന്ന് നമ്മുടെ അതിഥി. ഡോക്ടർ അജിനിയുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ അജിനിയെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിലും കൂടെ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയ്ക്ക് ഒന്നുകൂടി പറയാം. BHMS, അത് കഴിഞ്ഞ് MSc സൈക്കോളജി ഡിഗ്രി എടുത്തിട്ടുണ്ട്. കൂടാതെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഇതെല്ലാം കൈമുതലായിട്ടുള്ള ആളാണ് ഡോക്ടർ അജിനി. കൂടാതെ നമുക്ക് സൈക്കോളജി സംബന്ധിച്ച പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വിഷയം നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്നം കാണൽ. നല്ല നല്ല സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ കാണൂ. വലിയ സ്വപ്നങ്ങൾ കണ്ടാലേ കുറച്ചെങ്കിലും നമുക്ക് നേടാൻ സാധിക്കൂ എന്നുള്ളതാണ്. വലിയ സ്വപ്നങ്ങളുണ്ട്. കുന്നോളം സ്വപ്നം കണ്ട മലയോളം സ്വപ്നം കണ്ട കുന്നോളം നേടാൻ പറ്റുമോ? അങ്ങനെയല്ലേ? അങ്ങനെ ആ ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെ എല്ലാരും വലിയ സ്വപ്നങ്ങൾ കാണേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ അജിനിയെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ്സോട് താങ്ക് യു. ഡെയർ ടു ഡ്രീം ബിഗ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്, വലിയ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഡോക്ടർ APJ അബ്ദുൽ കലാം പറയാറുണ്ട്, നിങ്ങൾ കണ്ണു തുറന്ന് സ്വപ്നങ്ങൾ കാണൂ, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ഏതൊരു സക്സസിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്വപ്നങ്ങളാണ്. കാരണം ഏതൊരു കാര്യവും ലോകത്ത് നടന്നിട്ടുള്ള ഏതൊരു കാര്യവും മനുഷ്യന്റെ മനസ്സിലൊരു തോട്ടിൽ നിന്നാണ് വരുന്നത്. ഒരു തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ശരി, അത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ നമ്മളുടെ സ്വപ്നങ്ങളിൽ നിന്ന് തന്നെയാണ് അതുണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെല്ലാവരും കാണാറുണ്ട്, പക്ഷെ വിട്ടുകളയും നമ്മൾ. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെയൊക്കെ, അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് നമ്മളിങ്ങനെ പറയും, നമ്മളങ്ങ് വിടും. കാരണം നമുക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനോ അതിന്റെ പെർസിസ്റ്റൻസ് കാണത്തില്ല, കണ്ടിന്യൂ ചെയ്യത്തില്ല. അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് സാധിക്കുമോ, നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടക്കുള്ളൂ, എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കത് സംഭവിക്കുന്നത്. ഇത് എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡെയർ ടു ഡ്രീം ബിഗ് അബൌട്ട് യുവർ ഡെയിലി ടാസ്ക്. എപ്പോഴും നമ്മൾ എന്നും ചെയ്യാനുള്ളത്, നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതായ പ്രോജക്റ്റ്, നമ്മളുടെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. നമുക്ക് ഡിസപ്പോയിൻമെന്റ് വരും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നടക്കാതാവുമ്പം, അല്ലെങ്കിൽ ആ വേയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്കൊരു വിഷമം വരുമോ, ഇതൊന്നും വേണ്ട എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഓർക്കും, ശരി, നടക്കാത്ത കാര്യത്തിനെ കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ടിട്ട് എന്തെടുക്കാനാ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാല്, ഇപ്പോ ഞാൻ എൻ്റെ ഒരു ചില ആൾക്കാർ എനിക്ക് അയച്ചു തന്ന കുറച്ച് ഇതുകളുണ്ട്. അവരെ എഴുതി വെച്ചിരുന്നു, എന്നിട്ട് അതിനെപ്പറ്റി അവർ സ്വപ്നം കണ്ടിരുന്നു. ചില ക്ലയൻസ് തന്നിട്ടുള്ളതാണ്. അപ്പൊ അവര് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നടക്കും. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ, ഇപ്പം അടുത്ത സെപ്റ്റംബറിൽ നടക്കുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ സെപ്റ്റംബറിൽ അല്ലാതെ ഒക്ടോബർ ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ എഴുതി വെക്കുക, നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുക, അതിലോട്ട് എന്ന് നോക്കി നിങ്ങൾ ആ സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ അത് നടക്കും. പിന്നെ യുവർ കപ്പാസിറ്റി ടു തിങ്ക് ക്രിയേറ്റീവ്ലി ഔട്ട്സൈഡ് ദ ബോക്സ്. നമ്മളിപ്പോ എല്ലാരെയും പോലെ ചിന്തിച്ചാൽ, ഇപ്പോ നമ്മളൊക്കെ ഇങ്ങനെയാ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ളു. ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു കറി വെക്കുന്നതിൽ പോലും വേറൊരാൾ ഒരു സാധനം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയാം, ഞങ്ങളിത് ഇടാറുണ്ട്. പക്ഷെ നമ്മളൊന്നും ഇട്ട് നോക്കത്തില്ല അതെന്താണ്, അല്ലെങ്കിൽ ഇത് കൊള്ളാവോ, അവരുടേത് എങ്ങനെയാണ് എന്ന് നമുക്ക് നമ്മുടെ ബോക്സിന്റെ ഉള്ളിൽ ഇരിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അതിന്റെ പുറത്തോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വന്നാൽ
നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യും. ഞങ്ങളുടെ നാട്ടിൽ ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, ഇത് ഞങ്ങൾക്ക് ചേർന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും ആ ബോക്സിന്റെ വെളിയിൽ വന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതാകത്തുള്ളൂ. വെയിറ്റിംഗ് ഉണ്ടല്ലോ ഡോക്ടറെ. കഴിഞ്ഞു. അപ്പോ അങ്ങനെ നമ്മൾ വെളിയിൽ വന്ന് ചിന്തിക്കണം. എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാവത്തില്ല. നമ്മള് മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ, ഇപ്പം സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മള് ശരി, അവരൊരു കാര്യം ചെയ്തു, ശരി, ആ കാര്യം തന്നെ ഞാൻ ചെയ്യണമെന്ന് പോലും നമ്മൾ സ്വപ്നം കാണാറില്ല. അതാണ് രസം. പക്ഷെ നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടെ എന്ത് ആഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ആ സ്വപ്നത്തിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളുടെ കപ്പാസിറ്റി ടു തിങ്ക് ഡിഫറെന്റ്ലി, ക്രിട്ടിക്കലി ആൻഡ് ഫ്ലെക്സിബിളി, നമ്മൾ കുറച്ചുകൂടെ ആ കാര്യത്തിന് എങ്ങനെ പറ്റും, അല്ലെങ്കിൽ ഇപ്പം ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, ആ വ്യത്യാസം വന്നാൽ അത് ഉറുമ്പ് വഴിമാറി പോകുന്നത് പോലെ, ഉറുമ്പ് ഇങ്ങനെ വന്ന് ഒരു റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ അവിടെ ഒരു കൈ വെച്ചു കൊടുത്താൽ അവർ വേറെ റൂട്ട് എടുക്കും എന്ന് പറയുന്നത് പോലെ, നമുക്ക് അവിടെ ഒരു വ്യത്യാസം വന്നാലും അതിൽ നിന്ന് മാറി ചിന്തിക്കാനും അതിൽ നിന്ന് വേറൊരു റൂട്ട് പിടിക്കാനും അതിന് പകരം വേറൊരു സാധനം വെക്കാനും ഒക്കെ നമുക്ക് കഴിവ് വേണം. കഴിവ് വേണം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആർക്കും, എല്ലാവരുടെ മനസ്സും ഒരുപോലെ തന്നെയാണ്, എല്ലാവരുടെ ബ്രെയിനിനും ഇത്രയും കപ്പാസിറ്റി ഉള്ളൂ, ഇതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പർപ്പസ്ഫുള്ളി വിചാരിച്ചാൽ മാത്രമേ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ വരുമ്പോൾ വ്യത്യസ്തമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം, അതിനനുസരിച്ച് ചിന്തിക്കണം, അതിനനുസരിച്ച് നമ്മളുടെ ഡ്രീം പോകണം. നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരിക എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് തടസ്സങ്ങൾ വരിക എന്നുള്ളത്. ഒരു കാര്യവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് കാര്യം അച്ചീവ് ചെയ്യാൻ പോയാലും, ഏതൊരു കാര്യം എത്ര വലിയ സ്വപ്നമാണെങ്കിലും നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ, സ്വപ്നം കാണാൻ ഈസിയാ, ശരിയാണ്, സ്വപ്നം കാണാൻ ഈസിയാ, എത്ര വലിയ സ്വപ്നം കാണാനും ഈസിയാ. അപ്പൊ എന്തായാലും സ്വപ്നം കാണാൻ ഈസി ആണല്ലോ, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ സ്വപ്നമെങ്കിലും വലുതായിട്ട് കാണുക, കുറേ പ്രാവശ്യം വലുതായിട്ട് കാണുമ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യുന്നത് ഈസി ആകും. ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോകാം, ഇപ്പൊ നമ്മള് പിന്നെ UK പോകണം എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ UK പോകുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കാണുക, അങ്ങനെ UK പറ്റി സെർച്ച് ചെയ്യുക, എങ്ങനെ പോകാമെന്ന് നോക്കുക, എത്ര ഫ്ലൈറ്റ് ഉണ്ടെന്ന് നോക്കുക, എവിടെയൊക്കെ താമസിക്കാമെന്ന് നോക്കുക, അവിടെ കാണാൻ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടെന്ന് നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ അതിൽ തന്നെ കുറേ നമ്മളുടെ സ്വപ്നങ്ങൾ അതിനനുസരിച്ചാണ്, ഞാൻ എന്നിട്ട് അവിടെ പോയി താമസിക്കും, അവിടെ പോയി ഇന്നത് കാണും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കുറേ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ഒന്നും അറിയാതെ ഒരു UK ചെന്നിറങ്ങുന്ന ഒരാളുടെ അത്രയും നമുക്ക് പ്രയാസം കാണുമോ? ഇല്ല, നമുക്കത് ഈസി ആയിരിക്കും. കുറച്ചുകൂടെ നമ്മളുടെ സ്വപ്നത്തിൽ, നമ്മളുടെ ചിന്തയിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം അവിടെ ചെന്ന് കഴിഞ്ഞു, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിരിക്കും. അവിടെ എയർപോർട്ടിൽ ചെന്നു, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി, വീണ്ടും വീണ്ടും നമ്മളുടെ തോട്ടും നമ്മുടെ ഡ്രീംസും അങ്ങനെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ വഴിക്ക് സ്പീഡായിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതുപോലെയാണ് നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും വീണ്ടും വീണ്ടും സ്വപ്നം കാണുകയും അതായത് ഒരു സ്വപ്നം കണ്ടാൽ അത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം, കുറച്ച് മാറ്റങ്ങൾ വന്നാൽ നമ്മൾ മാറണം, അല്ലെങ്കിൽ അവസരങ്ങൾ, ഞാൻ വിചാരിച്ച കാര്യം അപ്പം നടന്നില്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സ് നീങ്ങണം. ഇങ്ങനെയൊക്കെ പോകുമ്പോഴും എങ്ങനെ പോയാലും അതിൽ ഒരു തടസ്സങ്ങൾ വരും. പക്ഷെ ഈ തടസ്സങ്ങൾ വരുമ്പോഴും നമ്മൾ എന്തെടുക്കണം, ആ തടസ്സങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ അടുത്ത വഴി എന്താണെന്ന് ചിന്തിക്കുകയും പോവുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഞാൻ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നാ, ഞാൻ എല്ലാം ശരിയാക്കി കൊണ്ടുവന്ന, പക്ഷെ അപ്പോഴാണ് ഒരു സംഭവം ഇങ്ങനെ വന്നത്. ഇപ്പം കോവിഡ് പോലത്തെ സംഭവങ്ങളൊക്കെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് ആ സമയത്ത് എല്ലാം പൂട്ടിയിട്ടു, എല്ലാം അടച്ചു. അപ്പൊ അങ്ങനെ നമ്മളുടെ കയ്യിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട്, ആ കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതിന് വേറൊരു പരിഹാരവും ഉണ്ടായിരിക്കും എന്നുള്ളതിൽ ഒരു വ്യത്യാസമില്ല. പിന്നെ സ്ട്രെച്ച് യുവർ ഇമാജിനേഷൻ, അതായത് ഇപ്പം നമ്മൾ ഇപ്പോഴുള്ള കറണ്ട് സർക്കംസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചില നമുക്ക് അങ്ങനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മൾ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുകയും അവിടുത്തെ ടൗണിൽ മാത്രം പോവുകയും ചെയ്ത ഒരാള് ആദ്യമായിട്ട്, ഇപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് വയനാട്ടിലുള്ളവരും അങ്ങനത്തെ ഗ്രാമപ്രദേശത്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ആ വയനാട്ടിലോ, അല്ലെങ്കിൽ വയനാട്ടിലുള്ള എല്ലാവരും എന്നല്ല, ഒരു ഗ്രാമപ്രദേശം എന്ന് വെച്ചോ, ഞാൻ വയനാടെന്ന് പറയുന്നില്ല. അപ്പോ
ആ ഗ്രാമപ്രദേശത്ത് താമസിച്ചിരുന്ന ആൾക്കാർക്ക് പണ്ടത്തെ കാലത്ത്, അല്ലെങ്കിൽ കൊച്ചി കാണുന്നതിന് മുമ്പ് കൊച്ചി പോകുമ്പോൾ കൊച്ചി ഒരു വലിയ സിറ്റിയാണ്, നല്ല രസമുണ്ട്, ആ എറണാകുളം കാണാൻ എന്ത് രസം, എന്ത് ഡെവലപ്പായി, എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്ന് തോന്നും. അവർ തന്നെ ദുബായിൽ വന്നതിന് ശേഷം പിന്നെ തിരിച്ചു പോയി എറണാകുളം കണ്ടാൽ അവർക്ക് അത് വലിയതായിട്ട് തോന്നും. അല്ലെങ്കിൽ US പോയി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയതിനു ശേഷം പിന്നെ എറണാകുളത്തിനെ അവർ അന്ന് കണ്ട കണ്ണുകൊണ്ടാണോ കാണുന്നത്? അല്ല. എന്താന്ന് വെച്ചാൽ അവരുടെ ഇമാജിനേഷൻ വലുതായി, അല്ലെങ്കിൽ അവരുടെ ആ തോട്ട് പ്രോസസ്സ് വലുതായി. അപ്പൊ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സ്ഥലങ്ങൾ കാണുമ്പോൾ, പല മനുഷ്യരെ കാണുമ്പോഴൊക്കെ നമ്മളുടെ തോട്ടും നമ്മളുടെ വ്യൂസും എല്ലാം ചേഞ്ച് ആവും. പിന്നീട് നമുക്ക് മറ്റേ സ്ഥലത്തിന് നമ്മൾ കൊടുത്തത്ര ഇമ്പോർട്ടൻസ് കാണത്തില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും നമ്മളുടെ കറണ്ട് സർക്കംസ്റ്റൻസസിൽ നിന്ന് മാറി ചിന്തിക്കുകയും മാറി വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ കപ്പാസിറ്റി കുറച്ചും കൂടെ കൂടും. അപ്പൊ അതിന് നമുക്കിന്ന് മാർഗങ്ങളുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നമുക്ക് നമ്മളുടെ ഗോൾ എന്താണ് എന്നുള്ള ഒരു പേർപ്പസ് വേണം. നമ്മുടെ പേർപ്പസ് എന്താണ്, നമ്മുടെ ഗോൾ എന്താണ്. ഇപ്പോൾ ഗോൾ പോസ്റ്റിൽ കൊണ്ടടിക്കാതെ എത്ര വലിയ സ്പീഡിൽ അതിന്റെ അപ്പുറം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ ഗോൾ പോസ്റ്റിന്റെ അകത്ത് തന്നെ വരണം. എന്ന് പറയുന്നത് പോലെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടോ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടതുകൊണ്ടോ ആകത്തില്ല. പക്ഷെ നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ ഇത് വേണം. നമ്മൾ ക്രിയേറ്റീവായിട്ട് കുറച്ചുകൂടെ ചിന്തിക്കണം. പിന്നെ ഇതിപ്പോ ചുമ്മാ ഒരു ഇങ്ങനെ ഇത് ചെയ്തിരിക്കുക, സിംബലൈസ് ചെയ്തിരിക്കുവാണ്. ഒരാള് നിങ്ങളുടെ ബ്രെയിൻ്റെ ഇൻചാർജ് 2 പേർക്കാണ്, മിസ്റ്റർ ഡിഫീറ്റും മിസ്റ്റർ ട്രിംബുനും കൊടുത്തിരിക്കുവാണ്. എന്ന് വെച്ചാൽ ഒരാള് എല്ലാം, അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നല്ലതാകണമെങ്കിൽ നല്ലതാകാം. നമ്മൾ ആരെയാണോ ഊട്ടി വളർത്തുന്നത്, ഒരു പിശാശും ഒരു ഏഞ്ചലും നിപ്പുണ്ട്. അപ്പോ പിശാശ് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പിശാശിനെയാണ് നമ്മൾ ഊട്ടി വളർത്തുന്നതെങ്കിൽ നമുക്ക് അത് തന്നെ സംഭവിക്കും. ഇപ്പൊ എന്ത് നിങ്ങൾ ചിന്തിക്കുന്നോ അത് തന്നെ ആകും, എന്ത് നിങ്ങൾ ചിന്തിക്കുന്നോ അത് തന്നെ നടക്കും, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നടക്കും എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളൊരാള് പിന്നെ അത് ഏഞ്ചലിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് തോട്ട്സ് തന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് കേൾക്കാം. എന്തുകൊണ്ട് നിനക്ക് ചെയ്തുകൂടാ, നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, നീ പഠിച്ചതല്ലേ, നിനക്ക് സാധിക്കും എന്നൊക്കെ ഉള്ള ഒരു മെസ്സേജസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം നമ്മളുടെ സർക്കംസ്റ്റൻസസും നമ്മളെ ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാ സർക്കംസ്റ്റൻസിനെയും നമ്മൾ ചെവി കൊടുത്തോണ്ടിരുന്നാല് നമുക്കത് സാധിക്കത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ ചുറ്റുമുള്ളവരൊക്കെ പറയോ, നീ എന്നെ കൊണ്ട് അത് സാധിക്കത്തില്ല, നീ അങ്ങനെയാണ്, പിന്നെ നമ്മളിപ്പോ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ഇപ്പൊ അങ്ങനെയാണ്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്, ഇങ്ങനെയെന്നൊക്കെ നമുക്ക് ഇങ്ങനെ നെഗറ്റീവ് വേർഡ്സ് ആണ് കേട്ടോണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ ഡിസ്കറേജ് ആകും, നമ്മൾ അറിയാതെ നമ്മൾ ഇതാകും. അതുകൊണ്ടാണ് മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ ഒന്നും നേടാതെ നടക്കുന്ന പല ആൾക്കാരും മറ്റുള്ള കൺട്രീസിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അവർ ഭയങ്കര പണിക്കാരാവും, അല്ലെങ്കിൽ ഭയങ്കര ഇതാവും. എന്താന്ന് വെച്ചാല് ആ സ്ഥലത്തുനിന്ന് മാറിക്കഴിയുമ്പം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില ഫീഡ്ബാക്കുകൾ ഉണ്ടല്ലോ, അതൊന്നും ശരിയല്ല, നമ്മുടെ ഗവൺമെന്റ് ശരിയല്ല, നമ്മുടെ റോഡ് ശരിയല്ല, നമ്മുടെ ഭരണം ശരിയല്ല, അവർ ശരിയല്ല, ഇവർ ശരിയല്ല, ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുമ്പം ആദ്യം നമ്മൾ എതിർത്താലും, ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റഡ് ആയിട്ട് ഡ്രീം കണ്ടാൽ അത് നടക്കും എന്ന് പറയുന്ന പോലെ, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേൾക്കുന്ന നെഗറ്റീവ് വേർഡ്സും നമ്മളെ ബാധിക്കും. അപ്പൊ ഇപ്പൊ ഒരാള് ഇങ്ങനെയാണ് പറയുന്നത്, മിസ്റ്റർ ഡിഫീറ്റ് നമുക്ക് പറഞ്ഞു വന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഡിപ്രീഷിയേറ്റിംഗ് തോട്ട്സ് ആണ് നമുക്ക് തരുന്നത്. നിനക്ക് അത് പറ്റത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കുമോ, നീ കൊച്ചിലെ മുതലേ വീക്ക് അല്ലേ, നീ ചിലപ്പോ തോറ്റാലോ, നിനക്കത് പറ്റിയില്ലെങ്കിലോ എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങള് നമ്മളെ ഭയങ്കരമായിട്ട്, നമ്മൾ അറിയത്തില്ല കേട്ടോ, നമ്മളറിയാതെ നമ്മളെ അത് ഒരുപാട് ബാധിക്കും. എനിക്ക് പറ്റത്തില്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. ചിലപ്പോൾ ചില വർത്താനത്തിൽ ചിലർ പറയുന്നതായിരിക്കും, അതുപോലെ നമുക്ക് ബാധിക്കും. ദ മോർ വർക്ക് യു ഗീവ് ടു ഐദർ ഓഫ് ദിസ്. ഇപ്പൊ നമ്മള് ഇതിൽ ആരാണ് പറയുന്നത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ആര് പറയുന്നതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ തോട്ടിനെ തന്നെയാണ് ഈ പറയുന്നത്. നമ്മുടെ തോട്ടില് നമ്മള് പിന്നെ എന്നെ കൊണ്ടാവും അതൊന്നും പറ്റത്തൊന്നുമില്ല, ഇവരിങ്ങനെ പറയുന്നത് പോലൊന്നും അല്ല, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ ആ ചിന്തകളെയാണ് ഊട്ടി വളർത്തുന്നത്. നമ്മളുടെ ഡ്രീം ചെറുതാകുകയും നമ്മള് എന്താ പറയുന്നത്, നമ്മളെ ചുരുക്കുന്ന ചിന്തകൾ നമ്മളുടെ മനസ്സിൽ കൂടുകയും, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഞാൻ അതിനു വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ അവര് നോ പറയും, ഞാൻ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ അവര് കാണത്തില്ല, മിക്കവാറും ഈ ഓഫീസിലൊന്നും പോയാൽ ഒരാളും കാണത്തില്ല,
ഇനി അവിടെ ചെല്ലുമ്പോൾ നാളെ വരാൻ പറയും എന്നൊക്കെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചിന്ത, ഇനി അവിടെ ആളുണ്ടോ എന്തോ ദൈവമേ, അവിടെ ചെന്നാൽ അറിയാം, ഇനി നാളെ വരാൻ പറയും എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത. പക്ഷെ വേറൊരാൾ എളുപ്പം പോയിട്ട് എളുപ്പം കാര്യം നടത്തിയിട്ട് വരും. അയാൾ വീട്ടിൽ നിന്ന് ചിന്തിച്ചിട്ട് പോകുന്നത്, ആ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യമെങ്കിലും നടക്കും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇല്ല നോ എന്ന് പറഞ്ഞാലും അവർ തളരുന്നില്ല. നമ്മളിപ്പം നമ്മുടെ ഈ അക്ഷയ സെന്ററിലൊക്കെ ചെന്നാൽ എപ്പോഴും അവർ പറയത്തില്ലേ, സിസ്റ്റം ഡൗൺ ആണ് എന്ന് പറയും. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ദൈവമേ ഇപ്പോഴെങ്കിലും സിസ്റ്റം, ഞാൻ ചിലപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞു പോയാൽ കുറച്ച് കാര്യങ്ങൾ നടക്കും. ഇനി അതല്ല സിസ്റ്റം ഡൗൺ ആണെന്ന് പറഞ്ഞാലും നമ്മൾ പോസിറ്റീവായിട്ട് ആ കുഴപ്പമില്ല എന്നാൽ ഞാൻ ഇനിയും പോകാം എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും അതിന്റെ പുറകെ തന്നെ നടക്കുവാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണോ അത്രയും തന്നെ വലുതായിരിക്കും നമ്മുടെ നേട്ടങ്ങളും. അപ്പോൾ ഡോക്ടർ ശൈല തുടങ്ങുമ്പോൾ പറഞ്ഞു, കുന്നോളം സ്വപ്നം കണ്ടാൽ കുന്നിക്കുരുവോളമെങ്കിലും നേടാമെന്ന് പറഞ്ഞു. കുന്നിക്കുരുവോളം അല്ല, അതിനേക്കാൾ കൂടുതൽ നേടാം. അതൊരു പഴയ പഴഞ്ചൊല്ലാണ്. കാരണം അപ്പോഴേ ഡ്രീംസിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പഴഞ്ചൊല്ലാണ് ആ പറഞ്ഞത്. അന്നേ വലിയ സ്വപ്നങ്ങൾ കാണൂ എന്നുള്ള മെസ്സേജ് നമുക്ക് തന്നിരുന്നു. ഇതിപ്പം ഡ്രീം ബിഗ് എന്നൊക്കെ ഇംഗ്ലീഷുകാർ പറഞ്ഞപ്പോഴാണ് നമുക്ക് അതിന്റെ വ്യാപ്തി മനസ്സിലായത്. കുന്നോളം സ്വപ്നം കാണാൻ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് മനുഷ്യനുണ്ടായ കാലം മുതലേ വലിയ സ്വപ്നങ്ങളുടെ ബലമായിട്ടാണ്, വലിയ സ്വപ്നങ്ങൾ ആളുകൾ കണ്ടതിന്റെ ഫലമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതും ഒരു സൂം മീറ്റിംഗ് നടത്തുന്നതും പല കൺട്രീസിലുള്ളവരെ ഒരുമിച്ച് കൂട്ടാൻ പറ്റിയതും എല്ലാം വലിയ സ്വപ്നങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ സ്വപ്നം എത്ര വലുതാണോ അത്രയും വലുതായിരിക്കും നമ്മുടെ നേട്ടങ്ങൾ. ഇപ്പോ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് പറയുന്ന നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണുകയും അതുപോലെ തന്നെ വലിയ വാക്ക്, അതായത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും അതുപോലത്തെ മെന്റൽ ഇമേജസ് നമ്മൾ കാണുകയും ചെയ്യണം. നമ്മളെപ്പോഴും ഏതൊരു കാര്യം ചിന്തിച്ചാലും നമ്മളുടെ മൈൻഡിൽ അതിനൊരു ഇമേജ് വരും. ഇപ്പം ഞാൻ പറയാം, നിങ്ങളെല്ലാവരും നല്ല മഞ്ഞ പൂക്കൾ നിൽക്കുന്ന ഒരു പൂന്തോട്ടം ഇങ്ങനെ വിചാരിച്ച്, മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിൽക്കുകയും ഇങ്ങനെ കാറ്റത്ത് ആ മഞ്ഞപ്പൂക്കൾ ആടുകയും ചെയ്യുന്ന വിചാരിച്ചെന്ന് പറഞ്ഞാൽ, ചിലപ്പം നമ്മളിൽ ഒരാൾ കണ്ടത് സൂര്യകാന്തി ആയിരിക്കും, ചിലപ്പം നമ്മളിൽ വേറെ ആരെങ്കിലും ഒരു കൊന്നപ്പൂവായിരിക്കും കണ്ടത്. പക്ഷെ മഞ്ഞ തന്നെ ആയിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ഇമാജിനേഷൻ അനുസരിച്ച്, ഞാൻ മഞ്ഞെന്ന് പറഞ്ഞതുകൊണ്ട് മഞ്ഞ കാണും, കാറ്റിലിങ്ങനെ ആടുന്നു എന്ന് പറഞ്ഞ് വേറെ ചിലർ കണ്ടത് ടുളിപ്പായിരിക്കും. അങ്ങനെ പല പല ഇമേജസ് നമ്മളുടെ ഇതിലുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയും ഇമാജിനേഷനും അവർ കാണുന്ന, ഇപ്പൊ ഒരു പൂച്ചയെ ചിന്തിക്കാൻ പറഞ്ഞാൽ പൂച്ച ഉള്ള വീട്ടിലുള്ളവർ അവരുടെ പൂച്ചനെ ആയിരിക്കും കാണുന്നത്. പൂച്ച ഇല്ലാത്തവർ അവർ ലാസ്റ്റ് കണ്ട പടത്തിലുള്ള ഒരു പൂച്ചയായിരിക്കും കാണുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴും കുറച്ചുകൂടെ വലുതായിട്ട് സ്വപ്നം കാണാനും വലിയ ഇമേജസ്, നല്ലൊരു സ്റ്റൈല് വീട് വയ്ക്കും എന്ന് പറയുമ്പോൾ മിക്കവാറും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത്ര വലിയ ഒന്നും വേണ്ട, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു വീട് മതി എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ നമ്മൾ സ്ട്രെച്ച് യുവർ ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് സിമ്മർ ചെയ്യുക. നമ്മളുടെ ഇമാജിനേഷൻ നമ്മൾ വലിച്ചു ചുരുക്കുവാണ് ചെയ്യുന്നത്. ഒരു വീട് വെക്കണം, അത്യാവശ്യം എന്റെ സൗകര്യങ്ങളൊക്കെ വേണം, അത്രയും മതി എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ നമുക്കുള്ള കപ്പാസിറ്റിനെക്കാളും നമ്മൾ കുറച്ചൊന്ന് ഇടിച്ചു ചുരുക്കും. അതല്ലാതെ എന്റെ ആവശ്യങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഒരു നല്ല വീട് വെക്കണം എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മുടെ വിചാരം എപ്പോഴും ഒന്ന് കുറച്ച് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നോ, അങ്ങനെയൊക്കെ പോണു അല്ല, ആ സുഖം നന്നായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ നല്ലതായിട്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും നമ്മൾ പറയത്തില്ല. കാര്യം എന്ന് വെച്ചാല് അതൊരു എളിമയുടെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, കാണുന്ന ഇമേജസ്, അതിനെയൊക്കെ നമുക്ക് ഒരു വ്യക്തത വേണം. അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എവിടെ ജീവിച്ചോ, എവിടെ വളർന്നോ, എവിടെ യാത്ര ചെയ്തോ, ഇതനുസരിച്ച് ഇമാജിനേഷനും വാക്കുകളും എല്ലാം വ്യത്യസ്തമായിരിക്കും. നമ്മൾ വളർന്ന പ്രദേശത്തിന്റെ അനുസരിച്ചൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ വ്യത്യസ്തമായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പർപ്പസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, ആ വാക്കുകളൊക്കെ മാറ്റണം. ഡോണ്ട് സെൽ യുവർ സെൽഫ് ഷോർട്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ ചെറുതാക്കി പറയരുത്. നമുക്ക് എപ്പോഴും നമ്മളെ മറ്റുള്ളവർ പൊക്കി പറഞ്ഞാലും അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞാലും ഒക്കെ, ഞാൻ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് നമുക്കിപ്പോ ഒരാൾ പറയുകയാണ്, നമുക്ക്
നമുക്ക് ഒരാൾ തന്ന അപ്രീസിയേഷൻ പോലും സ്വീകരിക്കാൻ നമുക്കൊരു മടിയാണ്. ഇപ്പോ ഞാൻ ഡോക്ടർ രജനി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് കോംപ്ലിമെന്റും അല്ലെങ്കിൽ നമുക്ക് അംഗീകാരങ്ങളും റെസ്പെക്റ്റും ഒക്കെ കിട്ടാത്തതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ അത് സ്വീകരിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് അതിലെ സത്യം. ഏത് കാര്യവും നമുക്ക് റിസീവ് ചെയ്യാൻ ബ്ലോക്ക് ഇല്ലാതെ നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമ്മളിലേക്ക് അത് വന്നു ചേരത്തുള്ളൂ. ഇപ്പോ ഒരു പൈപ്പിൽ കൂടെ വെള്ളം പോകണമെങ്കിൽ അതിലൊരു ബ്ലോക്കും ഇല്ലാതെ അങ്ങനെ ഒഴുകാൻ പറ്റണമല്ലോ. അല്ലെങ്കിൽ ഒരു പുഴയിൽ കൂടെ വെള്ളം ഒഴുകണമെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് ഇല്ലാതിരിക്കണമല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ ആരെങ്കിലും കാണുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഡ്രസ്സ് നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, ഈ ഡ്രസ്സ് എവിടെ നിന്ന് മേടിച്ച? അയ്യോ ഈ ഡ്രസ്സോ, ഇത് പണ്ട് 8 വർഷം മുമ്പ് മേടിച്ച, അല്ലെങ്കിൽ പഴയതാ, അല്ലെങ്കിൽ ഞാൻ കളയാൻ വെച്ചിരുന്നതാ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. കൊള്ളാവോ, താങ്ക് യു എന്ന് പറഞ്ഞ് നമ്മൾ ആ അംഗീകാരത്തിന് സ്വീകരിക്കത്തില്ല പലപ്പോഴും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിന് നമ്മുടെ മനസ്സിലൊരു സന്തോഷം കാണും, അത് കൊള്ളാന്നൊക്കെ പറഞ്ഞതിന് സന്തോഷം കാണും. അപ്പൊ നമ്മളോടൊരു കറി നന്നായി എന്ന് പറയുകയാണ് ഇരിക്കട്ടെ, അപ്പൊ നന്നായോ, ഇന്ന് എന്തായാലും ഞാൻ മറ്റേ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തില്ല, എങ്ങനെയോ അത് നന്നായി, സാധാരണ നന്നാകാറില്ല. ഇങ്ങനെയൊക്കെ നമ്മള് ഇങ്ങോട്ട് തരുന്ന കോംപ്ലിമെന്റിന് എതിരാണ് പറയുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ അങ്ങനെയാണോ പറയുന്നതോ ഞാൻ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത് എന്ന് ആലോചിക്കണം. തിരിച്ച് നിങ്ങൾ ഇതുപോലെ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞ് ആ കോംപ്ലിമെന്റിനെ ബ്ലോക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളിലേക്ക് കോംപ്ലിമെന്റും അപ്രീസിയേഷനും ഒന്നും സ്വീകരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തടയുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അത് നോക്കി മനസ്സിലാക്കിയിട്ട് ആരെന്ത് പറഞ്ഞാലും എന്നല്ല, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുക. അപ്പം നിങ്ങളിലേക്ക് അംഗീകാരങ്ങളും അപ്രീസിയേഷനും എന്താ പറയുന്ന കോംപ്ലിമെന്റും എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് വിഷയം പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ തന്നെ ഷോർട്ടായിട്ട് സെല് ചെയ്യും. നമ്മള് എന്നെ കൊണ്ട് അത്രയും കഴിവൊന്നുമില്ല, ശരിക്കും നമുക്ക് ആ കഴിവുണ്ടായിരിക്കും, എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് പറയും, എന്നെ കൊണ്ട് അതൊന്നും സാധിക്കത്തില്ല. ആരെങ്കിലും ചെയ്ത കാര്യം ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് പറയാം, അയ്യോ അങ്ങനൊന്നും പറ്റത്തില്ല. ഇപ്പം നമ്മള് ഒരു വീട്ടിൽ ചെന്ന ഒരു കുട്ടി മോൻ പഠിക്കുവോ എന്ന് ചോദിച്ചാൽ, കണക്ക് അവന് ഭയങ്കര പാടാ. കാരണം അവന് പാടുള്ളത് എന്താണ്, അല്ലെങ്കിൽ അവനെ കൊണ്ട് പറ്റാത്തത് എന്താണ് എന്നായിരിക്കും നമ്മൾ ആദ്യം പറയുന്നത്. കാരണം നമ്മൾ ഒരിക്കലും നമ്മുടെ അസറ്റിലോട്ട്, നമുക്ക് ഉള്ളതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. ഇനി കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് കുറച്ച് പറയും. അങ്ങനെ 10 പേരോട് നമ്മൾ നമ്മളെ തന്നെ കുറച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിച്ചു തുടങ്ങും, ഞാൻ ഇച്ചിരി കുറവാണ് എന്ന് ചിന്തിച്ചു തുടങ്ങും. അതനുസരിച്ച് നമ്മളുടെ തോട്ട്സ് പോവും, അതനുസരിച്ച് നമ്മളുടെ തോട്ട്സ് ബിക്കം തിങ്സ് ആണ്. അപ്പോൾ സംസാരം എങ്ങനെയാണോ, ചിന്ത എങ്ങനെയാണോ അതനുസരിച്ച് നമ്മുടെ സംസാരവും പോവും. അപ്പൊ നമുക്ക് നമ്മളോട് തന്നെയുള്ള വില കുറയും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആരാണോ അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യണം. അതിൽ കൂടുതൽ പ്രസന്റ് ചെയ്യാനായിട്ടും നന്നാവാനായിട്ടും നമ്മൾ ശ്രമിക്കണം. ഇത് ഒരാളൊരു കോംപ്ലിമെന്റ് പറഞ്ഞാൽ പോലും നമ്മളത് സ്വീകരിക്കത്തില്ല. അത് ഞാനല്ല എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മളെ ചെറുതാക്കി നമ്മൾ സംസാരിക്കരുത്. എനിക്ക് അങ്ങനത്തെ, നിങ്ങൾക്കൊക്കെയാണ് അത് സാധിക്കുക, എനിക്ക് അങ്ങനത്തെ കഴിവൊന്നുമില്ല എന്നൊന്നും പറയരുത്. കാരണം നിങ്ങൾക്കുള്ള കഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ആൾക്കാരായിരിക്കും മിക്കപ്പോഴും നിങ്ങൾ. പക്ഷെ അത് ആനയ്ക്കാനയുടെ വില അറിയത്തില്ല എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മളുടെ വില അറിയത്തില്ല. എന്നാൽ മറ്റുള്ളവർ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവമെങ്കിലും കാണിച്ച് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. നമ്മളെപ്പോഴും ബിഗ് തിങ്കേഴ്സ് വൊക്കാബുലറി, അതായത് എപ്പോഴും നല്ല ചിയർഫുൾ വേർഡ്സ് ഉപയോഗിക്കുക. നമ്മളുടെ സംസാരത്തിൽ തന്നെ സന്തോഷം, പ്രതീക്ഷ, ഹാപ്പിനെസ്, ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഇമേജസ് വരിക. അല്ലാതെ എപ്പോഴും അവരുടെ കാര്യമൊന്നും പറയണ്ട, എന്തോ പറയാനാ, നമ്മുടെ നാടിന്റെ കാര്യമൊന്നും പറയണ്ട, ഇങ്ങനെ നമ്മള് പർപ്പസ്ഫുള്ളി പറയുന്നതല്ല. ഇതൊക്കെ ചിലപ്പോൾ നമ്മളുടെ ആ സാഹചര്യവുമായിട്ട് നമ്മൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. എന്ത് കാര്യം പറയാനാ, എന്തോ വിശേഷം, ഇവിടുത്തെ വിശേഷം എന്താ, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ 10 പേരോട് സംസാരിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ട്സും നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തമ്മിൽ അതിന് നമുക്കൊരു ഇത് വേണം. നമ്മൾ കൊച്ചിലെ കളിച്ചു വളർന്നു എന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. അതുകൊണ്ട് പഴയതെല്ലാം മറന്ന് നമ്മൾ വലിയ ആൾക്കാരുമായിട്ട് മിണ്ടുന്ന അങ്ങനെയെന്നല്ല, വലുതെന്നല്ല, ആരുടെ
ചിന്തകളാണോ നല്ലത്, ആരാണോ കൂടുതൽ പോസിറ്റീവ് പറയുന്നത് അവരിലേക്ക് ചാരി നിന്നാൽ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറയുന്നത് പോലെ അവരിലേക്ക് നിന്നാൽ, ഇപ്പൊ ഇന്ന് ഞാനേ എന്റെ ചായ തിളപ്പിക്കുന്ന പാത്രത്തില് വെള്ളം തിളപ്പിച്ച്, അപ്പൊ എന്റെ മോള് എന്റെ അടുത്ത് ചോദിച്ചു, ഉമ്മ ചായ ഇടുവാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് മോളെ പറയുന്നത്, ആ ചായ തിളപ്പിക്കുന്ന പാത്രത്തിന് വെള്ളം തിളപ്പിച്ചാലും ചായയുടെ മണവേ വരത്തുള്ളൂ. അപ്പോ അത് ഏതിനെയാണോ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ ക്വാളിറ്റിയെ പുറത്തോട്ട്, അതിന്റെ സ്മെല്ലും അതിന്റെ ഇതുമാണ് പുറത്തോട്ട് വരത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ എപ്പോഴും, അപ്പൊ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ വാക്കുകളിൽ ചിലപ്പം അറിയാതെ ഇങ്ങനത്തെ വരും. അതായത് നമ്മളുടെ സാഹചര്യങ്ങളും നമ്മളുടെ ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ കൊണ്ട് നമ്മളുടെ വേർഡ്സിൽ നമ്മൾ ചില നെഗറ്റീവ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. അപ്പൊ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇന്നാള് പറഞ്ഞല്ലോ, മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ഇരുന്നിട്ട് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഒരുപാട് ആ വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ, അപ്പൊ ഞാൻ അതിലോട്ട് പോകും. അങ്ങനെ പാടില്ല. എൻ്റെ വാക്കുകളിൽ എപ്പോഴും സന്തോഷം വേണം, വിജയത്തിനെ കുറിച്ചായിരിക്കണം, പ്രതീക്ഷയെ കുറിച്ചായിരിക്കണം. അപ്പൊ നമ്മൾ ഈ അൺപ്ലസന്റ് ഇമേജസ് ഓഫ് ഫെയിലുവർ, ഗ്രീഫ്, ഇതെല്ലാം നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യണം. ഓ അത് നടക്കൂല, അതിന് ശ്രമിക്കേണ്ട, ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. സ്ട്രെച്ച് യുവർ വിഷൻ. അപ്പോൾ ഞാൻ നേരത്തെ സ്ട്രെച്ച് യുവർ ഇമാജിനേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ വിഷൻ നമ്മൾ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നമ്മളുടെ തോട്ടും വിഷനും ഒക്കെ നമുക്ക് പോകണം. അതിനനുസരിച്ച് നമ്മൾ, എന്നാലേ നമ്മൾ പുതിയ കാര്യങ്ങൾ കാണുള്ളൂ. നമുക്ക് വേണമെങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ കാണത്തുള്ളൂ, നമ്മൾ പുതിയ കാര്യങ്ങളിലോട്ട് എത്തത്തുള്ളൂ. നമ്മൾ എന്നും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ എന്നും ഇപ്പൊ രാവിലെ എണീക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോകുന്നു, അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല. നമ്മൾ മാറ്റങ്ങൾക്കായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ചെലവഴിക്കുന്നുണ്ടോ, നമ്മളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് ചുമ്മാ ചിന്തിക്കണം. അതിൽ എത്ര വയസ്സൊന്നോ എന്ത് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ പറ്റുമെങ്കിൽ നമുക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ നോളജ് ആണെങ്കിലോ, നമ്മുടെ ലാംഗ്വേജ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഈ പറഞ്ഞതുപോലെ സന്തോഷമുള്ള വേർഡ്സ് ഒന്നും നമ്മുടെ മനസ്സിൽ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ സന്തോഷമുള്ള വേർഡ്സ് പറയുന്നത്, ഈവൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇപ്പം വീട്ടിൽ മക്കള് പാട്ട് വെച്ചു അത് കേട്ടു, അല്ലെങ്കിൽ എന്നല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു 2 പാട്ടെങ്കിലും കേൾക്കാനെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരു സമയം ചെലവഴിക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചു നേരം വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ തോട്ട്സ് അങ്ങോട്ട് പോകത്തുള്ളൂ. തിങ്ക് അബൌട്ട് ദ അൺഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളിപ്പം മിക്കവാറും ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ന്യൂസ് വന്നു, അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ആ കുട്ടിയെ പീഡിപ്പിച്ചു, ഈ കുട്ടിയെ ഇതാക്കി, മറ്റവരെ ഉപദ്രവിച്ചു, ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ വേണ്ടാതെ നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണത്. നമ്മുടെ മനസ്സ് കാട് കയറി ഇങ്ങനെ ചിന്തിക്കും, ഓ അങ്ങനെയാണല്ലേ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോ പുള്ളിക്കാരി ഇപ്പൊ പറയുക, അപ്പൊ ഞാൻ കാക്കനാടാണ് താമസിച്ചിരുന്നത്, പിന്നെ എറണാകുളത്തുണ്ടായിരുന്നപ്പോ. അപ്പൊ കാക്കനാടൊന്നും താമസിക്കാനേ പറ്റൂല, കാക്കനാടൊക്കെ ഇപ്പൊ മയക്കുമരുന്നും മറ്റേതും മറിച്ചതൊക്കെ ഉള്ള സ്ഥലമാണ്, രാത്രിയൊന്നും അവിടെ നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറയുവാണ്. അപ്പൊ ഇത് ഒരു 10 പ്രാവശ്യം പറഞ്ഞ്, പുള്ളിക്കാരുടെ വീടും കാക്കനാട് തന്നെയാണ്. എങ്ങനെ നാട്ടിലോട്ട് പോകും, എങ്ങനെ നാട്ടിൽ പോയി ജീവിക്കും, എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നത്. എൻ്റെ ഒരു ക്ലൈന്റ് ഉണ്ട്, ഞാന് ഇത് കൊടുക്കുന്ന ഒരു ക്ലൈന്റ് ഉണ്ട്. പുള്ളിക്കാരി നാട്ടിലോട്ട് പോകണം എന്നുള്ള പേടി മാറ്റാൻ എൻ്റെ അടുത്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും മക്കളും മാത്രം നാട്ടില് 3 വർഷം ജീവിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് അമ്പലപ്പുഴ പോകുന്നത് വരുന്നത്, രാത്രിയും തിരിച്ചു വരലുണ്ട്. ഇതുവരെ എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ ഒരു വിധത്തിലുള്ള ആളുകളുടെ ശല്യമോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല. നമ്മളപ്പം ഇവിടുന്ന് ഇങ്ങനെ പേടിക്കുകയാണ് ആളുകൾ, നാട്ടിൽ പോയി എങ്ങനെ ജീവിക്കും, നാട്ടിലത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇത് പേടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുവാണ്. ഓരോരുത്തർ വരുമ്പോഴും പറയും, കാക്കനാടൊക്കെ ഇപ്പൊ ഭയങ്കര കൊള്ളക്കാരുടെ സ്ഥലമല്ലേ. അപ്പം നമ്മൾ ഈ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പേടിയാണ് വരുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടേ ഇല്ല. 2 മണിക്കൊക്കെ കുട്ടികൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഫ്ലാറ്റിന്റെ അടുത്തൊക്കെ. കാരണം അവരുടെ ഇന്റർനാഷണൽ ടൈംസ്, വേറെ അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഓസ്ട്രേലിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ അവരുടെ ജോലി കഴിഞ്ഞിട്ട്
ഒരു ബാഗ് പുറകിൽ തൂക്കി കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുകയും ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഈ അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനെയൊക്കെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നു. സമൂഹത്തിലുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട എന്നല്ല പറയുന്നത്. സമൂഹത്തിന് അത് നന്മയാണെങ്കിൽ, നിങ്ങളെ കൊണ്ട് അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഈ കണ്ടീഷൻസ് മാറ്റാൻ അറ്റ്ലീസ്റ്റ് നമ്മുടെ ശബ്ദമെങ്കിലും ഉയർത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ സംസാരിച്ചോളൂ. വെറുതെ നിങ്ങൾ വീട്ടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് വരുന്ന ഗസ്റ്റുകളോടൊക്കെ ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് നിങ്ങൾ കുറച്ചും കൂടെ താഴേക്ക് പോകും എന്നല്ലാതെ അതിൽ ഒരു ഇതും വരുത്തത്തില്ല. അപ്പോ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരു ഗോൾ വേണമെന്ന് പറയുന്നത്. നമ്മുടെ ഗോളിലോട്ടും നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യത്തിലോട്ടും നമ്മൾ ഫോക്കസ് ചെയ്യും, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, ഇത് എനിക്ക് ആവശ്യമുള്ള കാര്യമാണോ, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു മീ എന്ന് നമ്മൾ ചിന്തിക്കണം. വേണ്ട, ഇതിനെപ്പറ്റി കൂടുതൽ ഇപ്പം അത് ഡിസ്കസ് ചെയ്തുകൊണ്ട് വരും. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റി എതിർക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ മന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുവാണ്, അതിനെതിരെ എന്തെങ്കിലും ഒരു വിരലണക്കുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾ നല്ലതാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഇത് വെറുതെ നമ്മുടെ ഡ്രോയിങ് റൂമിൽ വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്, അവർക്ക് ചില ആൾക്കാരുണ്ട്, അവർക്ക് ഒരു കാര്യങ്ങൾക്കും പറ്റിയിട്ട് അറിയത്തില്ല, അവർക്ക് ഇത്ര ആ ജോലിയുണ്ട്, ഇവർക്ക് ഈ ജോലിയുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മൾ അതുകൊണ്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഒരു കാര്യം വിചാരിക്കുകയും ആ കാര്യത്തിന്റെ പുറകെ ചിന്തിക്കുകയും അതിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കും. നമ്മൾ നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്, നമ്മുടെ തോട്ട്സ് ഒക്കെ അങ്ങനെ പോകും. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ ഉടനെ ചിന്തിക്കേണ്ടത് ഇതല്ല നമ്മുടെ ഉദ്ദേശം, ഇതല്ല നമ്മൾ സംസാരിക്കേണ്ടത്, ഇതിലല്ല ഞാൻ പിടിച്ചു നിൽക്കേണ്ടത്. എനിക്ക് വലിയ ചിന്തകളുണ്ട്, എനിക്ക് വലിയ കാര്യങ്ങൾ നേടാനുണ്ട്, എനിക്ക് മുമ്പോട്ട് പോകാനുണ്ടെന്ന് നമ്മളെ തന്നെ കുറച്ച് നമ്മൾ ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഒരു മാസമൊക്കെ അങ്ങനെ നമ്മൾ ട്രെയിൻ ആകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ശരിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ, നമ്മളിപ്പോ എല്ലാവരും കണ്ടോന്ന് അറിയത്തില്ല, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയില് ശ്രീദേവി ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ വാക്കുകളും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആണ്. എനിക്ക് അപ്പൊ ഇങ്ങനെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ അത് മനസ്സിലായി, അപ്പൊ അതിലെ അർത്ഥം മനസ്സിലായി എന്ന് പറയുന്നത് പോലെ നമുക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ആ വിശ്വാസത്തിനെ നമ്മൾ മാറ്റുകയും, പറ്റില്ല, കാൺ ഡു എന്നുള്ളത് ഓൺ ഡു, കാൺ ഡു ഇതെല്ലാം മാറ്റിയിട്ട് ഐ ക്യാൻ എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ പോവാം. ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചില്ല എന്ന് വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ വിചാരിക്കും, പിന്നെ ആ സമയത്ത് നടന്നില്ലെങ്കിലും പിന്നെ കുറച്ചുനാൾ കഴിയുമ്പോൾ അത് നമ്മളെ തേടി വരികയും അത് നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. കാരണം നമ്മൾ നേരത്തെ കുറെ പ്രാവശ്യം അതിനെപ്പറ്റി ചിന്തിച്ചതാണ്. ചിന്തിച്ച് വിട്ട് കളഞ്ഞാൽ പോലും ചിലപ്പോൾ അത് അങ്ങനെ ഒരു ചാൻസ് നമ്മളെ തേടി വരും എന്നുള്ളത്. അപ്പോ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാൻ ഒരു വഴി തുറന്നു തരും എന്നുള്ളതാണ്. കാരണം പല കാര്യങ്ങളും നമ്മൾ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അതിലോട്ട് ആ കാര്യത്തിലോട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ തന്നെ നമ്മൾ തളരും. നമ്മൾ വിചാരിക്കും പറ്റത്തില്ല, കണ്ട ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ അത് ശരിയായില്ല, അല്ലെങ്കിൽ അതിലോട്ട് പോയപ്പോൾ തന്നെ ശരിയായില്ല, ഇനിയിപ്പോൾ ബാക്കിയുള്ളത് എങ്ങനെ നടക്കാം. പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് എന്നെ കൊണ്ട് പറ്റും. ഇപ്പൊ നമ്മൾ വെറുതെ ഇപ്പൊ സിമ്പിൾ നമ്മൾ വീട്ടിന്റെ അകത്ത് ഒക്കെ ആണെങ്കിൽ ഒരു ബോട്ടിൽ തുറക്കാന്, ഒരു സാധനം പൊക്കാന് ഒക്കെ ആണെങ്കിൽ പോലും നമ്മളൊന്ന് അതൊരു എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ആദ്യം നമ്മളിങ്ങനെ പറ്റോ, നമ്മൾ നോർമലി നമുക്കൊരു സ്വഭാവം ഉണ്ട്, ഇതെനിക്കൊണ്ട് പറ്റത്തില്ല, ഇതൊന്ന് തുറന്നു നോക്കിക്കേ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കും. സഹായിക്കാൻ ആളുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയ എക്സ്പെരിമെന്റ് എന്നുള്ള നിലയിൽ നമ്മൾ അങ്ങനെ ഒരു കുപ്പി തുറക്കാൻ പോലും നമ്മൾ ചില കാര്യത്തിന് ആളുകളുടെ ഹെൽപ്പ് എടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ആലോചിക്കണം, ഇല്ല ഇതെന്നെ കൊണ്ട് പറ്റും എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ചെയ്താൽ നമുക്കത് സാധിക്കും. ഇപ്പം എന്താ പറയുന്ന, നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുമ്പോൾ പിള്ളേരുടെ അടുത്ത് പെൻസിൽ ഒടിക്കാനും കൈ നീട്ടാനും ഒക്കെ പറയുമ്പോഴത്തേക്ക് കുറേ പ്രാവശ്യം പറ്റും എന്ന് പറഞ്ഞതിന് ശേഷം അവർക്കത് പറ്റുമെന്ന് അവർ തന്നെ അത് ഒടിച്ചു കളയുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ എന്താ പറയുന്നത്,
നമുക്ക് പറ്റുമെന്ന് വിചാരിച്ചാൽ പറ്റുമെന്നുള്ള നമ്മൾ തേടി അവസരങ്ങൾ വരുമെന്ന് പറയത്തില്ലേ? കാരണം നമുക്ക് പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. അതേസമയം എനിക്ക് പറ്റൂല എന്ന് വിചാരിക്കുവാണെങ്കിൽ അപ്പൊ തന്നെ അതങ്ങ് മാറും. ഡോണ്ട് ലെറ്റ് ട്രഡീഷണൽ പാരലിസിസ്. ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, അല്ലെങ്കിൽ അത് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ അങ്ങനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ട്രെയിനിങ് നമ്മൾ മാറ്റണം. അത് മാറ്റിയിട്ട് ശരി നമുക്കൊന്ന് നോക്കാം, ഒന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് പോകണം. പക്ഷെ ചിലപ്പോൾ ഫസ്റ്റ് ശ്രമത്തിലും നടക്കൂല കേട്ടാ. അപ്പോഴും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇതിപ്പോ ഞാൻ ഒരു വട്ടമല്ലേ നടത്തിയുള്ളൂ എന്നാണ് ചിന്തിക്കേണ്ടത്. അതല്ലാതെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അതൊന്നും നടക്കൂല. നമ്മുടെ മനസ്സിങ്ങനെയൊക്കെ പറഞ്ഞു തരും കേട്ടോ. മനസ്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ മടിപ്പിച്ച് കംഫർട്ടായിട്ട് ഇങ്ങനെ വെക്കാനായിട്ടാണ് മനസ്സിന് വലിയ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ പാടില്ല. പണ്ടേ അങ്ങനെ തന്നെ. ഇനി അത് ശരിയാകാനൊക്കെ പോണില്ല എന്നുള്ളതാണ് ഈ ട്രഡീഷണൽ തിങ്ക്. എന്നും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഇതിനേക്കാൾ ഇപ്പൊ ഇരിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് എനിക്ക് ആകാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മളെ സെൽഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് ഓരോ ദിവസവും നമ്മൾ മുമ്പിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ തന്നെ ഇപ്പൊ ചെറിയ എക്സാമ്പിൾ നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞാൽ, നമ്മളുടെയൊക്കെ ആദ്യത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നമ്മൾ ആദ്യത്തെ ദിവസം മോഡറേറ്റ് ചെയ്ത പോലെയാണോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്? റിപ്പീറ്റഡ് പ്രാക്ടീസ് കൊണ്ടാണ്. പ്രാക്ടീസ് ആണെന്ന് മനസ്സിലാകാതെ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തപ്പോൾ നമുക്കതൊരു ഈസി ആയിപ്പോയി. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ മോഡറേറ്റ് ചെയ്യാൻ വരുമ്പോൾ അങ്ങനെയാണോ? അതൊരു വലിയ കാര്യമായിട്ടാണ് വന്നത്, ഇന്ന് മോഡറേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്താ ഇരിക്കുന്നതിന്റെ ഇടയിൽ ഓടി ഇങ്ങോട്ട് വന്നിരുന്ന് മോഡറേറ്റ് ചെയ്യും എന്ന് പറയുന്നത് പോലെ ഏതൊരു കാര്യവും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്കതൊരു ഈസി ആവും. ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ, സ്വിമ്മിങ് പഠിക്കുന്ന പോലെ. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ വിചാരിക്കണം? അയ്യോ ഗ്ലാസ്സിൽ നോക്കണം, ഇൻഡിക്കേറ്റർ ഇടണം, സ്റ്റിയറിംഗ് തിരിക്കണം, ഇത് മാറ്റണം. ഇത് പിന്നീട് നമ്മൾ ഇതൊന്നും അറിയത്തില്ല. അതൊക്കെ നമ്മളുടെ ഒരു ഹാബിറ്റായി പോകും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിട്ട് മാറിപ്പോവും. അപ്പൊ നമ്മൾ അതുകൊണ്ട് നിൽക്കരുത്. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എന്ത് നമുക്ക് പഠിക്കാം? ഞാൻ പറഞ്ഞില്ല, അറ്റ്ലീസ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു യൂട്യൂബ് വീഡിയോ എങ്കിലും നമ്മൾ കാണണം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷന്റെ. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. BHMS പഠിച്ചു അതുകൊണ്ട് നമ്മൾ ഇനിയൊന്നും പഠിക്കണ്ട, അല്ലെങ്കിൽ വേറൊന്നും ഇത് ചെയ്യണ്ടെന്നല്ല. ഇനി നിങ്ങൾ അങ്ങനെ എടുത്തില്ലെങ്കിൽ പോലും ഒരു നോളജ് നമുക്ക് ഒരു 5 മിനിറ്റ് വീഡിയോ എങ്കിലും നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ എടുക്കാം, ഇതെന്താണ് അതെന്താണെന്ന് നോക്കാം, എല്ലാം ചെയ്യാം. നമുക്കപ്പോൾ ഓരോ ദിവസം നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മൾ വെച്ചിട്ട് രാവിലെ ഒന്ന് എഴുതണം. രാവിലെ അല്ല, രാത്രി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ, ഞാൻ ഇന്ന് എന്തെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ചോ? ശരി, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ എന്നെ തന്നെ ചെറുതാക്കുന്ന മാതിരിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ അതെങ്ങനെ മാറ്റാം? ഈ വാക്ക് ഞാൻ ഇനി ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഈ തരം വർത്തമാനത്തിൽ ഞാൻ ഇനി ഇൻവോൾവ് ആകരുത് എന്ന് നമ്മൾ ആ ബുക്ക് എഴുതാം. അപ്പോൾ തിങ്കിങ് ഓൺ പേപ്പർ നമ്മൾ എപ്പോഴും കൈകൊണ്ട് എഴുതി കഴിയുമ്പോൾ അത് കുറച്ചുകൂടെ സ്പഷ്ടമാകും. പിന്നെ ഇന്ന് എന്നെ ഡെവലപ്പ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? ചില ദിവസം ശരിയായിരിക്കും, നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജോലി കാണുമായിരിക്കും, ഗസ്റ്റ് കാണുമായിരിക്കും. അപ്പൊ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ നാളെ ഞാനത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു 10-20 ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുവാണെങ്കിൽ പിന്നെ നമുക്കതൊരു ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, ഒരു ക്രേവിങ് പോലെ ആവും. നാളെ മുതൽ നമുക്കത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഒരു ഹാബിറ്റായിട്ട് മാറും. പിന്നെ അതൊരു രസമായിട്ട് മാറും. അതൊരു എന്താ പറയുന്നത്, കിക്ക്, മയക്കുമരുന്നൊക്കെ എടുക്കുന്നത് പോലെ നോളജ് എടുക്കുക എന്നുള്ളത് നമുക്കൊരു സന്തോഷമായിട്ട് മാറും. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ഹൗ കൻ ഐ ഡു മോർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ കുറച്ചും കൂടെ എൻ്റെ ഗ്രാഫിൽ എന്നെ തന്നെ ഒന്ന് പൊക്കിക്കൊണ്ട് പോകാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന്. അപ്പം ഞാൻ സ്വപ്നത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയെങ്കിലും വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള വഴികളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വെറുതെ സ്വപ്നം കണ്ടിട്ട് നമ്മൾ രാവിലെ ഇങ്ങനെ സ്വപ്നം കാണുക, എന്നിട്ട് വെറുതെ ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ സ്വപ്നം പരിപൂർണമാകത്തില്ല, ഒരിക്കലും ആകാൻ സാധ്യതയില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ കാര്യങ്ങളിൽ നമ്മൾ നിൽക്കുകയും വലിയ കാര്യങ്ങൾ ഈ നമ്മുടെ വാക്കുകളിൽ വരികയും ചിന്തയിൽ വരികയും സ്വപ്നത്തിൽ വരികയും നല്ല നല്ല കാര്യങ്ങളിൽ ഇടപെടുകയും പോസിറ്റീവ് ടോക്ക് ഉണ്ടാക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതാണെങ്കിലും ചോദിക്കാൻ നമുക്ക് മടിയായിരിക്കും.
അത് ചോദിച്ചാൽ ഇനി എനിക്കത് അറിയത്തില്ല എന്ന് വിചാരിക്കുമോ എന്ന്. നിങ്ങളൊരു കാര്യം തിരിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഡോക്ടർ ഷൈല എടുത്തോ, പിന്നെ വേറെ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ആളുടെ ഇപ്പൊ ഡോക്ടർ ധനീഷിന്റെ അടുത്തോ ഒക്കെ ആരെങ്കിലും ഒരു കാര്യം അതെന്താ ഡോക്ടറെ എന്ന് ചോദിച്ചാൽ, അയ്യോ അതുപോലും അറിയത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലോ. അയ്യോ അത് ഇതേ ഉള്ളൂ, പുള്ളി ചോദിച്ചല്ലോ എന്നുള്ള ആ ഒരു വലിയ മനസ്സല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ചോദിച്ചാലും മറ്റുള്ളവർ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. മോസ്റ്റ് ആൾക്കാരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ചില ആൾക്കാർ വിചാരിക്കുമായിരിക്കും. അത് വിചാരിച്ചാലും അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ വിഷയമേ അല്ല. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസ് ആസ്കിങ്, നമ്മൾ എപ്പോഴും ചോദിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല. ഇതെന്താണ് അങ്ങനെ? കാരണം വെച്ചാൽ ഈ ചോദിച്ച ഇൻഫർമേഷൻ കിട്ടുമ്പോണ്ടല്ലോ അത് നമ്മുടെ മനസ്സിലേക്ക് നിൽക്കും. നമ്മളിപ്പം നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത ഒരു ഇൻഫർമേഷൻ എടുക്കുവാന്നിരിക്കട്ടെ, ആ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുമ്പോൾ നോക്കുമ്പോൾ ഓർക്കും, അത് ചിലപ്പം നമ്മുടെ മനസ്സിൽ ഇച്ചിരിയൊക്കെ നിൽക്കും. അതേസമയം നമ്മൾ അറിയാവുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അവരത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ, അതായത് ഞാൻ നമ്മൾ മറ്റേ അന്ന് നമ്മളത് കണ്ടില്ലേ, അതാണ് ഈ സംഭവം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിൽക്കും, അത് നമുക്ക് ഓർമ്മ കാണും. അപ്പൊ അതെന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ മാത്രമല്ല, മനസ്സിലാക്കിയ ഒരാളിൽ നിന്നാണ് അത് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അത് നമ്മളെ മനസ്സിലാക്കി തരാനും സാധിക്കും, മനസ്സിലായവരാണെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ അവര് ചോദിക്കുന്നതിന് വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷൻ ആക്കി തരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ചോദിക്കുന്നവരെ പറ്റിയും നമുക്ക് വ്യക്തത വേണം, നമ്മൾ സംസാരിക്കുന്നവരെ പറ്റിയും ഒക്കെ നമുക്ക് വ്യക്തത വേണം. പിന്നെ നമ്മൾ എപ്പോഴും എന്താന്ന് വെച്ചാൽ വലിയ ആൾക്കാരെല്ലാം എന്ത് ചെയ്യും, ലിസണേഴ്സ് ആയിരിക്കും. വലിയ തോട്ട്സ്, വലിയ സ്വപ്നങ്ങളുള്ളവരെല്ലാം ലിസണേഴ്സ് ആയിരിക്കും. അതെന്താന്ന് വെച്ചാൽ അവര് എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടും. അതേ ശരം ചെറിയ മനസ്സും ചെറിയ ചിന്തകളും ഉള്ളവരെന്താന്ന് വെച്ചാൽ അവരെവിടെയെങ്കിലും ഒരു കാര്യം കണ്ടു കാണും. ആ കാര്യം തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാരും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ തിരിച്ച് നമ്മളിലോട്ട് പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവര് വിചാരിക്കുന്നത് പലപ്പോഴും, അവരുടെ മനസ്സിന്റെ ഉദ്ദേശം പലപ്പോഴും എന്താന്ന് വെച്ചാൽ എനിക്കിതൊക്കെ അറിയാം എന്ന് വെളിയിൽ കാണണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യണം, അപ്പോഴാണ് ഞാനാണെന്ന് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊന്ന്. രണ്ടാമത്, അവരുടെ ശീലമായി പോയി അതങ്ങനെ. കാരണം ചെറിയ മനസ്സ് ഉള്ളവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം വലിയ കാര്യങ്ങൾ, ഒരുപാട് വലിയ നോളജ് ഉള്ള ആൾക്കാർ ഒരു കൊച്ചുകുട്ടിയെ പോലും ശ്രദ്ധിക്കും. കാര്യം എന്ന് വെച്ചാൽ ആ കൊച്ചുകുട്ടിയിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്നായിരിക്കും അവർ ഓർക്കുന്നത്. പിന്നെ ലിസണിങ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ലാണ്. അത് അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ക്ഷമയും കൂടെ വേണം. ലിസണിങ് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഒരു ക്ഷമയും കൂടെ വേണം. നമ്മളെപ്പോഴും നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ട ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും പുതിയ ഐഡിയാസും പുതിയ കാര്യങ്ങളും പറഞ്ഞു തരുന്നവരായിരിക്കും. ചില ആൾക്കാർക്ക് അതൊരു ഉദ്ദേശ്യമായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നവരോടും പുതിയ ഐഡിയാസ് പറയുന്നവരോടൊക്കെ, അവര് വലിയ ആൾക്കാർ, എപ്പം നോക്കിയാലും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന അവരുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കൂടില്ല. ചില ആൾക്കാർ കണ്ടിട്ടുണ്ടോ, എന്താ പറയുന്നത്, ചെറിയ ചെറിയ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്സ് കൂടത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് എവിടെ പറഞ്ഞു നിൽക്കാൻ പറ്റും, എന്നെക്കാൾ താഴ്ന്ന ആളുടെ അടുത്ത് കൂട്ടുകൂടിയാൽ ഞാൻ എപ്പോഴും വലിയ ആളായിട്ട് നിൽക്കുമല്ലോ എന്നുള്ളതാണ് പല ആൾക്കാരുടെയും ചിന്ത. കുറെ ഇത്രയും ഗ്രൂപ്പിന്റെ ഇടയിൽ പോയാൽ അവിടെ ഞാൻ തന്നെ രാജാവ് എന്ന് വിചാരിക്കും. പക്ഷെ അവരുടെ ഇടയിൽ നിങ്ങൾ രാജാവായിട്ട് നിൽക്കുമ്പോൾ എത്രയോ വലിയൊരു ലോകമാണ് നമ്മളുടെ മുമ്പിൽ കിടക്കുന്നത്. നമ്മള് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു വേൾഡിലെ, ഈ കേരളത്തിലെ ഒരു കൊച്ചു സ്ഥലത്തെ ഒരു കൊച്ചു വീട്ടിലെ ഇത്രയും ചെറുതല്ലേ നമ്മള്. എന്തോരം ഇനിയും നമുക്ക് അറിയാനുണ്ട്, എന്തോരം ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്, എന്തെല്ലാം കൾച്ചറുകൾ നമ്മൾ ഇനി കാണാനുണ്ട്, എത്ര കൺട്രികൾ നമ്മൾ ഇനി ട്രാവൽ ചെയ്യാനുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കും, എനിക്കിപ്പോ ആളാകണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ കൂട്ടുകെട്ടും നമ്മൾ നിൽക്കുന്ന ആ ചുറ്റുപാടും ഒക്കെ നമ്മൾ തന്നെ ചുരുക്കും. അതല്ലാതെ പുതിയ ആൾക്കാരിലേക്കും പുതിയ ഐഡിയാസ് ഉള്ളവരിലേക്കും കൂടുതൽ നോളജ് ഉള്ളവരിലേക്കും ഒക്കെ നമ്മൾ ഫ്രണ്ട്സ് ആകാൻ നോക്കുകയും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും അവർ പറയുന്നത് ലിസൺ ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇത് വരും. അതുപോലെ വേറെ വേറെ ഓക്കുപ്പേഷൻസിലുള്ള ആൾക്കാർ, ഇപ്പം നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് ആണ്, അതുകൊണ്ട് ഹോമിയോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല കൂട്ടുപിടിക്കേണ്ടത്, മറ്റുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത്, മറ്റുള്ള എഞ്ചിനീയേഴ്സിൻ്റെ അടുത്ത്, മറ്റുള്ള ആൾക്കാർ. ഇപ്പം ഡോക്ടേഴ്സ്, ഞങ്ങളെല്ലാം മെഡിക്കൽ ഫീൽഡാണ്,
എന്ന് വിചാരിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവരോട് മാത്രമല്ല നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മൾ എല്ലാത്തരം ആൾക്കാരുടെ അടുത്തും കൂട്ടുകൂടണം. അവിടെ നമ്മൾ വലിപ്പ ചെറുപ്പമൊന്നും നോക്കരുത്. നമ്മൾ എല്ലാ ആൾക്കാരുടെ അടുത്തും കൂട്ടണം. ഉപദേശങ്ങളൊന്നും നമ്മൾ ആവശ്യമില്ലാത്തവരുടെ നിന്ന് എടുക്കരുത്. നമുക്കത് അറിയാമല്ലോ, നമുക്ക് തന്നെ അറിയാം ആര് നമുക്ക് നല്ല ഉപദേശം തരും എന്നൊക്കെ ഉള്ളത് അറിയാം. അപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ഓ പണ്ടത്തെ ആൾക്കാരെ ഒന്നും വിട്ടേക്കണം. പണ്ടത്തെ എന്നുള്ളതോ നമ്മുടെ കൂടെ കൊച്ചിലെ പഠിച്ചെന്നുള്ളതോ ഒന്നുമല്ല. അവര് നമുക്ക് തരുന്നത് നെഗറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് കണ്ടാൽ നമ്മൾ പതുക്കെ അവിടുന്ന് സ്ഥലം കാലിയാക്കണം. അവരെ ഉപേക്ഷിക്കണമെന്നൊന്നും ഒരിക്കലും പറയത്തില്ല. അവര് നമ്മളുടെ ബന്ധങ്ങളും ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും, നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കും. പക്ഷെ അതിൽ ഒരുപാട് നമ്മൾ ചെവി കൊടുക്കരുത് എന്നുള്ളതാണ്. സമയമായോ ഡോക്ടറെ? 50 ആകുന്നുണ്ടല്ലേ. പിന്നെ ലുക്ക് ഇമ്പോർട്ടൻസ്. ഇപ്പോ നമ്മൾ പറയും ഈ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യുന്നതിൽ എന്ത് കാര്യം? ശരിയാണ്, നമ്മൾ ബ്രാൻഡിലോ മറ്റു കാര്യത്തിലോ ഒന്നും കാര്യമില്ല, സത്യമാണ്. നമ്മൾ നല്ല ബ്രാൻഡ് ആണെങ്കിൽ നമ്മൾ വലിയ ബ്രാൻഡ് ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും നീറ്റ് ആയിരിക്കണം, നമ്മൾ വൃത്തിയായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെ എന്താ പറയുക, ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഇപ്പൊ ഞാനൊരു പറയാം, ഒരു പെർഫ്യൂം എടുത്ത് നമ്മൾ അടിച്ച് നമുക്ക് ആ സ്മെൽ അടിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഓ എനിക്ക് എന്നെ വേറെ ദുർഗന്ധങ്ങളൊന്നും ഇല്ല എന്നുള്ള നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. നമ്മൾ സ്വന്തമായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ഡ്രസ്സപ്പ് ചെയ്ത് പുറത്തു പോകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ഞാൻ നന്നായിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പെരുമാറുന്നതും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ കുറച്ച് നെഗറ്റീവ് വേർഡ്സോ അല്ലെങ്കിൽ നമ്മുടെ വേർഡ്സിലോ നമ്മുടെ പ്രസന്റേഷനിലോ ഒക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുകയും നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഇറങ്ങുമ്പോൾ, ഇപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ് കാണും, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആണ്, അതാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്നെങ്കിൽ അതൊക്കെ കൊണ്ടുവേണം നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പിയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ തന്നെ നമ്മുടെ ലുക്സിൽ കൊടുക്കണം. എന്നാലാണ് നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം, അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ നല്ലതായിട്ടായിരിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, പൂച്ചയാണ് കാണുന്നതെങ്കിലും അയാളെ കാണുന്ന ഇമേജ് സിംഹമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് പോലെ നമ്മളെ കാണുമ്പോൾ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പിയറൻസിലും വാക്കുകളിലും ഒക്കെ നമ്മൾ ഇതാകണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അപ്പിയറൻസിലും ടോക്കിലും ഒക്കെ നമ്മൾ ഇതാകണം. പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ വർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണണം. നമ്മൾ എന്താ പറയുന്നത്, നമ്മളെക്കാൾ വലിയ ജോലിയുള്ളവർ കാണുമായിരിക്കും, നമ്മളെക്കാൾ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളവർ കാണുമായിരിക്കും. അതിനെപ്പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ ആരാണ്, നമ്മുടെ ജോലി എന്താണ്, നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ജോലിയെ നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ കുടുംബത്തിനെ നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ഭാര്യയെ നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ഭർത്താവിനെ നമ്മളെ റെസ്പെക്ട് ചെയ്യുക. അവർ വീട്ടിലുള്ളവരല്ലേ, അവർക്ക് അത്ര കുഴപ്പമൊന്നുമില്ല എന്നല്ല വിചാരിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഓരോ റിലേഷൻഷിപ്പിനെയും, നമ്മുടെ കുട്ടിയെ പോലും നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അവരുടെ വാക്കുകൾ പോലും നമ്മൾ ലിസൺ ചെയ്യണം. അവർക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമാകണം. കാരണം വീട്ടിൽ അംഗീകരിക്കപ്പെടാത്ത ഒരു കുട്ടി, വീട്ടിൽ പേരൻസോ മറ്റുള്ളവരോ അംഗീകരിക്കപ്പെടാത്ത ഒരു കുട്ടി എത്ര വലിയ യൂണിവേഴ്സൽ സ്റ്റേജിൽ പോയി നിന്നാലും അവന്റെ ഉള്ളിൽ അവൻ അംഗീകരിക്കപ്പെട്ടതായിട്ട് അവന് തോന്നത്തില്ല. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ എന്ത് വർക്കും ആയിക്കോട്ടെ, ഏത് ജോലിയാണെങ്കിലും നിങ്ങളുടെ ജോലിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക, നിങ്ങളുടെ ടൈമിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ ചില ആൾക്കാരുണ്ട്, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അവരുടെ ടൈം അനുസരിച്ച് നമ്മൾ ഇതാകണ്ട. അങ്ങനെയല്ല, നിങ്ങൾക്കുടെ ജോലിക്ക് നിങ്ങൾക്കൊരു ടൈമുണ്ട്. ശരി, എനിക്ക് ഈ സമയത്ത് ഫ്രീ ആകാൻ പറ്റും, അവർക്ക് ഈ സമയത്ത് ഫ്രീ ആകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരു ക്ലയന്റ് ഉണ്ടെങ്കിൽ ക്ലയന്റിന് ഒരു വർക്ക് കാണും, അവരുടെ ആ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വരാൻ പറ്റുന്നത്. അല്ലാതെ ഞാനല്ലേ ഡോക്ടർ, നിങ്ങൾക്ക് എന്റെ സൗകര്യത്തിനനുസരിച്ച് വരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ജോലിക്കും ഒരു റെസ്പെക്ട് ഉണ്ട്. ഇനി കൂടുതലുണ്ടോ ഡോക്ടർ? സ്ലൈഡ് 28 ആയുള്ളൂ അല്ലേ?
ആ 23ആയി. 76 ഉണ്ട്. ഏ 76 ഉണ്ട്. ബാക്കി പിന്നെ അടുത്ത ആ ക്ലാസ്. അടുത്തൊരു ക്ലാസ്സിലാക്കാം. ഓക്കെ ഓക്കെ. 23ആയി. 23 അല്ലേ? ആ ഓക്കെ ഓക്കെ ഡോക്ടറെ, ഇത് ക്ലോസ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് നമ്മളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മാറ്റുകയും, എല്ലാവരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വന്നതായിരിക്കത്തില്ല, എല്ലാവരും അങ്ങനെ ചിന്തിക്കണം, എല്ലാവരും ഒരേപോലെ അച്ചിലിട്ട പോലെ ചിന്തിക്കണം എന്നല്ല, നമ്മൾ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ പൊക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു. ഓക്കെ അജിനി ഡോക്ടറെ, എന്തായാലും ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടന്റ് വളരെ ഒരു നല്ല കണ്ടന്റ് ആയിരുന്നു. നല്ല മെച്യൂറിറ്റിയോടുകൂടി ക്ലാസ് എടുത്തു. അങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് രണ്ട് നല്ലൊരു പ്രത്യേകത പോലെ നല്ലൊരു നമുക്ക് എല്ലാം നമുക്ക് എന്താണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഡോക്ടർ ക്ലാസിന്റെ വിഷയം. ഇപ്പൊ ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. റെഡി ആയിരിക്കും. ഹലോ ഹലോ, ഞാൻ ഇങ്ങനെ തന്നെ വിളിക്കാം. മൈ ഡിയർ അജിനി, താങ്ക് യു. യു ഡൂയിങ് എ വണ്ടർഫുൾ വർക്ക്. എനിവേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അജിനി എനിക്കൊരു സ്വകാര്യമായ അഭിമാനമാണ്. എന്താ വെച്ചാൽ അമ്പലപ്പുഴ പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ആ കോംപ്ലിമെന്റ് 2 കൈ കൊണ്ട് സ്വീകരിക്കുന്നു. താങ്ക് യു. അപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ അതിനകത്തുള്ള ഒരു കാര്യത്തിന് മാതൃക കാണിച്ചു. അതെ അതെ. അജിനിയുടെ ഇത് ഒരു 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 ഇന്റർനാഷണൽ ഫോറത്തില് ഇംഗ്ലീഷില് അജിനിയുടേതായിട്ടുള്ള ശൈലിയില് ഇത് പ്രൊജക്റ്റ് ചെയ്യണം എന്നാ എൻ്റെ അഭിപ്രായം. ഇതിപ്പോ ഈ മലയാളത്തിൽ വരുന്നോണ്ടുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ കുറച്ച് പേര് ഇത് ഇംബൈബ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ പല ആൾക്കാരുടെയും ഇതുപോലത്തെ ഞാൻ തന്നെ ഇട്ടേച്ച് പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് മൊണോട്ടണസ്, നമുക്ക് കേൾക്കാൻ താല്പര്യപ്പെടില്ല. നമ്മുടെ ഈ IFPH തന്നെ പല ഡോക്ടർമാരും ഇതിങ്ങനെ എന്തോ NLPO എന്നൊക്കെ പറഞ്ഞു വന്ന് ഇതെടുക്കാറുണ്ട്. അതൊക്കെ നല്ല ക്ലാസ് ആയിരിക്കാം. പക്ഷെ എനിക്ക് ഒരു സാധാരണ ഡോക്ടറെ ഇംപ്രസ് ചെയ്യാനും മാത്രം വന്നിട്ടില്ല. അതേസമയം അജിനിയുടെ ക്ലാസ് അങ്ങനല്ല. ഇറ്റ് ഈസ് സോ സിമ്പിൾ ആൻഡ് അത് ഒരു വളരെ ഗ്രാമ്യ ഭാഷയിൽ അജിനി ഇത് അവതരിപ്പിക്കുന്നു. അതാണ് ഒരു തൂമ്പാപ്പണിക്കാരൻ്റെ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്കൊരു ഒരു ബ്യൂട്ടീഷ്യൻ്റെ ഒക്കെ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് ഒരു വിറക് വെട്ടുകാരൻ്റെ ഒക്കെ നമുക്ക് പലതും പഠിക്കാനുണ്ട്. അജിനി പറഞ്ഞത് ശരിയാണ്. നമ്മൾ അവരിൽ നിന്നും നെഗറ്റീവ് പഠിക്കണ്ട, പക്ഷെ അവരിൽ നിന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എ വണ്ടർഫുൾ പോയിന്റ്. അതുപോലെ തന്നെ അത് നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ സാധാരണക്കാരനുമായിട്ട് മിങ്കിൾ ചെയ്യണം. ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് അയാളിൽ നിന്ന് പഠിക്കാനുണ്ടാവും. ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഞാനൊരു അച്ഛനാണ്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മുടെ ഈ മൊബൈൽ ഫോൺസ് ഒക്കെ ഉള്ളത് കൊണ്ടേ വീട്ടിലും ആരും മിണ്ടുന്നില്ല, ടൈം കിട്ടുന്നില്ല. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ പണ്ട് നമ്മൾ വർത്താനമല്ലേ പറയുന്നത്, ഇപ്പൊ അതില്ല. വർത്തമാനം പറഞ്ഞാലേ ഹെൽത്ത് വരത്തുള്ളൂ. വർത്തമാനം പറയണം, വർത്തമാനം പറഞ്ഞാലേ ഹെൽത്ത് വരത്തുള്ളൂ. ഈ മിണ്ടാതിരിക്കുന്നവർക്കാണ് ഓർമ്മ കൂടുതൽ വരുന്നത്. ശ്രദ്ധിച്ചു നോക്കിയോ, മൊബൈൽ നിരോധിക്കണം. അൾസിമേഴ്സ് വരുന്ന കൂടുതലും ഈ മിണ്ടാതിരിക്കുന്നവർക്കാണ് കൂടുതൽ വരുന്നത്. ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ് പറഞ്ഞത്. അതുകൊണ്ട് കഴിയുന്നത്ര ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് രോഗം കുറവായിരിക്കും, അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ കിട്ടും. അജിനിയുടെ ക്ലാസ് എപ്പോഴും വളരെ നല്ലത് തന്നെയാണ്. ഞാൻ അധികം കയറി ഇങ്ങനെ അഭിപ്രായം പറയാറില്ല. അത് ഞാൻ അപൂർവം ക്ലാസ്സിൽ മാത്രമേ അഭിപ്രായം പറയാറുള്ളൂ. എനിക്ക് അത് ഇംപ്രസ് ചെയ്തു എന്ന് തോന്നുന്ന ക്ലാസ്സിൽ മാത്രം. ഈവൻ എൻ്റെ വലിയ ഫ്രണ്ട്സിന്റെ ക്ലാസ്സിൽ പോലും
ഞാൻ ഇത്ര അപ്രീസിയേറ്റ് ചെയ്യാറില്ല. അജിനിയെ ഞാൻ വളരെയധികം അപ്രീസിയേറ്റ് ചെയ്യുന്ന ആ കാര്യത്തിൽ. താങ്ക് യു വെരി മച്ച് അജിനി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഹരിഹരൻ സാറേ, നാളെ 2 ദിവസത്തേക്ക് എന്റെ എനർജിക്ക് ഇത് മതി. അത് ശരി. അപ്പൊ ഇന്നിപ്പോ ഇത്രയും ബൂസ്റ്റിംഗ് ഒക്കെ കേട്ടില്ലേ, വളരെ നല്ല കാര്യം. അപ്പൊ ഞാൻ ചിന്തിച്ചതും കറക്റ്റ് ആയിരുന്നു. അപ്പൊ ഇനി അധികം ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? 1 മിനിറ്റ് 2 മിനിറ്റ് കൂടെ, 1 മിനിറ്റ് സമയം. അത് ഞാൻ മോഡറേറ്ററിനൊക്കെ ചോദ്യം ചോദിക്കട്ടെ. എന്താണ് മറ്റുള്ളവർ കയറി അഭിപ്രായം എന്താണ് നമ്മുടെ ഇതിനകത്തുള്ള മറ്റുള്ളവരെന്താ അഭിപ്രായം പറയാത്തേ? ഒരാൾ അഭിപ്രായം പറയാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഡോക്ടർ നജീബ് അഹമ്മദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. ഡോക്ടറെ പറഞ്ഞോളൂ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിരിക്കും. അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഡോക്ടർ നജീബ്. ഇപ്പോഴും അൺമ്യൂട്ട് ആയില്ലേ? ഓക്കെ. വളരെ സന്തോഷം. വളരെ നല്ലൊരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന്റെ വിഷയം എടുത്തതിലും അതുപോലെ അതിൽ കൊണ്ടുവന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ കൊണ്ടുവരുന്ന ഉദാഹരണങ്ങൾ പലപ്പോഴും സ്വന്തം ജീവിത പരിസരത്ത് നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭംഗി. കുറച്ച് നേരത്തെ ഹരിഹരൻ സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾക്ക്, എനിക്ക് തന്നെ സ്വയം കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അജിനിയുടെ ചുറ്റൊന്നും പരിസരത്തു നിന്നാണ് ഈ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ കാര്യങ്ങൾ. ഇപ്പം ഞാനിത് കേട്ടപ്പോൾ നമ്മൾ ഇത്തരം ക്ലാസ് എടുക്കുന്ന ആൾ തന്നെയാണ്, പക്ഷെ നമുക്ക് പോലും ഇത് ഒന്ന് ഡീപ്പായിട്ട് നോക്കുമ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്, സ്കോപ്പ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ പറയില്ലേ, എത്രത്തോളം നമ്മളിൽ പണിയെടുക്കാണ്ട് നമ്മൾക്ക് തന്നെ തോന്നുന്ന ഒരു വിഷയമാണ് ഇതൊക്കെ. അപ്പോൾ വളരെ സന്തോഷം, വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദിസ് ടോപ്പിക്. സന്തോഷം ഡോക്ടർ നജീബ് അഹമ്മദ്. അടുത്തത് നമ്മുടെ ജോസ് ഐസക് സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് അൺമ്യൂട്ട് ആയിപ്പോയി. അല്ല, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ, മ്യൂട്ട് ആയിപ്പോയി. കേൾക്കാവോ? കേൾക്കാം സാറ്. ഡോക്ടർ അജിനിയുടെ പ്രസന്റേഷൻ നന്നായിരുന്നു. കാരണം അത് ആ പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് ഒരു വ്യത്യാസമുണ്ട്. പലപ്പോഴും ഒരു കോൺവെർസേഷന്റെ ലെവലിൽ വരും. അതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഒക്കെയാണ്. ഞാൻ പിന്നെ അതിനകത്തൊരു പോസ്റ്റർ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് റിയാക്ട് ചെയ്യണം തോന്നിയത്. യു വിൽ ബിക്കം വാട്ട് യു ആർ അല്ലേ? അങ്ങനെ ഒരു ലാസ്റ്റിൽ വന്നതിൽ അതാന്ന് തോന്നുന്നു. എനിക്ക് അതിനകത്ത് അപ്പോ വാട്ട് യു തിങ്ക് യു ആർ, അതിലും കൂടുതൽ തദ്ഭവതി എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തില് പറയണ്ടല്ലോ, യഥോഭവം യദ്ഭവം തദ്ഭവതി. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മൾ ആയിത്തീരുന്നതാണ്. എന്ത് ചിന്തിച്ചാലും അല്ല, അതിൽ എനിക്കൊരു ചെറിയ തോന്നിയത് യു വിൽ ബിക്കം വാട്ട് യു ഡ്രീം. പിന്നെ അതിനകത്ത് ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയുന്ന പോലെ ഒരു ആറ്റിറ്റ്യൂഡും പാഷനും ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് തന്നെ എത്തും. കുറച്ച് സമയം ചിലപ്പോൾ കൂടുതൽ എടുക്കും. ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഡോക്ടർ ജോസ് ഐസക്. ഇന്റർനാഷണൽ ടീച്ചറാണ് ഹോമിയോപ്പതിയുടെ. എന്റെയും ടീച്ചറാണെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. ആ അഭിമാനം കിട്ടാൻ വേണ്ടി ഇപ്പൊ പോയി എന്താ പറയുന്നത്, പുള്ളിയുടെ അടുത്ത് ട്രെയിനിങ് എടുത്തിട്ട് വന്നതാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോ പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും നമ്മുടെ ഈ BHMS ജസ്റ്റ് പാസ് ഔട്ട് ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ അവരുടെ ഡ്രീംസ് പലപ്പോഴും പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു രാജ്യത്തോ മാത്രം ഒതുങ്ങി നിൽക്കാതെ വേൾഡിലെ തന്നെ ഇന്റർനാഷണലി നമ്പർ 1 ആകാൻ ഒരു ശ്രമിച്ചാൽ നമ്മൾ ഒരുപക്ഷെ ഇന്റർനാഷണൽ ആയില്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ എങ്കിലും ഒരു ആളാകാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു ഡ്രീമിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്ന ഒരു കുഴപ്പം. കാരണം പലർക്കും ആത്മവിശ്വാസം ഇല്ല, 1. 2, അവരെ സമയത്തോളം അവരുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറുടെ, അതും അല്പം പേഷ്യൻസ് ഒക്കെ ഉള്ള ഒരു ഡോക്ടറുടെ അവിടെ എത്തുക എന്നുള്ളതേ ഉള്ളൂ ഡ്രീം. അതിനപ്പുറത്തേക്കില്ല. പക്ഷെ അതൊക്കെ ഒരു 10 വർഷം കഴിയുമ്പോൾ പോരാതെ വരും. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഒരു ഡിഗ്രി മാത്രം മതിയായിരുന്നു, ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം, ഇനി സൂപ്പർ സ്പെഷ്യാലിറ്റി വേണം. ഇങ്ങനെ ഒരു ലെവലിലേക്ക് സൊസൈറ്റിയുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും.
അപ്പോൾ അതൊക്കെ നമ്മൾ കാണണമെങ്കിൽ അതിൻ്റെ ഒരു അറ്റത്തെത്തണം, അതിൻ്റെ ടോപ്പ് ലെവലിൽ തന്നെ എയിം ചെയ്ത് പോകണം. എപ്പോഴും അത് നമ്മളെല്ലാം എയിം ചെയ്യുന്ന എല്ലാം എത്തണമെന്നില്ല, എങ്കിലും ആ എയിം ഉണ്ടായിരിക്കണം, ആ ഒരു പാഷനും ഉണ്ടായിരിക്കണം. കാരണം ഒരു ഫുട്ബോൾ കളിക്കാരൻ എത്ര പ്രാവശ്യം കാലൊടിഞ്ഞാലും കൈയൊടിഞ്ഞാലും പിന്നെയും കാലൊന്ന് ശരിയാകുമ്പോൾ വീണ്ടും അയാൾ ആ കളത്തിലേക്ക് അല്ലെങ്കിൽ ഫുട്ബോൾ കളത്തിലേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് പറയുന്നത് പോലെ ആണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, പലരും ഇതിൽ ട്രാക്ക് മാറിപ്പോകുന്നുണ്ട്. അതോടെ കിട്ടിയാൽ കൊള്ളായിരുന്നു, ഇതോടെ കിട്ടിയാൽ കൊള്ളായിരുന്നു വിചാരിച്ച് പല ട്രാക്കിലേക്ക് തിരിയുന്നുണ്ട്. ഇപ്പൊ ഹോമിയോപ്പതി ഡോക്ടേഴ്സ് തന്നെ. അപ്പൊ ഈ പല ട്രാക്കിൽ പോയാലും ഇവൻ ഒരിക്കലും എത്തേണ്ടടുത്ത് എത്താതെ പോകുന്നുണ്ട്. ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ നമുക്ക് പാഷൻ ഉണ്ടെങ്കിൽ, അതിൽ നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റം എത്തുക. ഈ ഒരു രീതിയിലേക്ക് ഈ കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കണമെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഏതായാലും പ്രസന്റേഷൻ എപ്പോഴും നമ്മൾ എന്താന്ന് വെച്ചാലേ, ഒരു മുറുക്കാങ്കടെങ്കിലും വിജയിപ്പിച്ച ഒരാൾക്ക് മാത്രമേ ഒരു ബിസിനസിനെ പറ്റി ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ല, സാറിനെ പോലുള്ള ഒരാൾക്കാണ് ഇവരെല്ലാം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഞങ്ങളെയൊക്കെ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇനി ഒരു ദിവസം ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നെ സാറിനെ കൊണ്ട് നമുക്ക് വെപ്പിക്കാം. ചെയ്യുന്നവർക്കും ജൂനിയേഴ്സിനെ എല്ലാം കൂടെ നമുക്ക് മാക്സിമം സംഘടിപ്പിച്ച ഒരു മോട്ടിവേഷണൽ ക്ലാസ് നമുക്ക് മലയാളം സെഷനിൽ വെക്കാം. എന്തായാലും ജോസഫ് സാറും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്, സന്തോഷം. അപ്പോ ഇന്ന് നല്ല ഒരു ക്ലാസ് എടുത്ത അജിനി ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കും. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ സാർ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇടയ്ക്ക് ഇറങ്ങേണ്ടി വന്നു, ഇവിടെ വീട്ടിൽ നെറ്റ് ഇല്ല, ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഏതായാലും കുറച്ച് കേട്ടിരുന്നു, ബാക്കി കാര്യങ്ങൾ ഈ ഡിസ്കഷനിലും മനസ്സിലായി. ഏതായാലും ക്ലാസ് എടുത്ത ഡോക്ടർ അജിൻ ഡോക്ടർക്കും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക്സ്. നമുക്ക് അടുത്ത് തന്നെ മോട്ടിവേഷൻ ക്ലാസ് ഒന്ന് വരുന്നുണ്ട്, ഒരു ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ക്ലാസ് വരുന്നുണ്ട്. ഓക്കെ അബ്ദുൽ സലാം സാറെ, സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായിരുന്നു. ആ ക്ലാസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഹരിഹർ സാറും ജോസഫ് സാറും നജീബ് ഡോക്ടറും ഒക്കെ പറഞ്ഞു. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ മലയാള സെഷൻ ഇന്ന് അവസാനിപ്പിക്കേണ്ട സമയമായി. എല്ലാവർക്കും ശുഭരാത്രിയും. എല്ലാവർക്കും, പിന്നെ എന്റെ ഗുരുതുല്യന്മാരായ ഒരുപാട് പേര് കേട്ടിരുന്നതിനും അവരുടെ അഭിപ്രായത്തിനും ഒക്കെ ഒരുപാട് നന്ദി. താങ്ക് യു. ബൈ. ഓക്കെ, സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഓക്കെ, എന്റെ യു ആണേ. ഓക്കെ.